பயணிகளின் கனிவான கவனத்திற்கு திருவாண்டம் டாக்டர் எம்ஜிஆர் சென்னை சென்ட்ரல் மெயில் வயா ஈரோடு சேலம் കാട്ട്പാടി നടൈമേടை 3-ൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ തുടങ്ങാലേ? കഴിഞ്ഞ കുറച്ച് വ്ലോഗ്സ് ആയിട്ട് ഞാൻ നിങ്ങളെ സസ്പെൻസ് ഇട്ട് വെച്ചിരിക്കുകയാണല്ലേ. ഇനിയും ഞാൻ ഇട്ടാല് അതെന്റെ അവസാനത്തെ സസ്പെൻസ് ഇടലായിരിക്കും. ആദ്യം നമുക്കൊരു ജ്യൂസ് കുടിക്കാം, കാരണം ട്രെയിനിൽ ഇത്രയും ദൂരം ഇരുന്ന് വന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഥയിലോട്ട് പോവാം. ഈ പെട്ടിയമ്പരമാണ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, കുറച്ചധികം നാൾ ഇവിടെ കാണും. ഈ പോയ ആള് ഞാനല്ല, പക്ഷെ ഈ കാണുന്ന പെട്ടി എന്റേതാണ്. അങ്ങനെ ചെന്നൈ റെയിൽവേയിൽ നിന്ന് ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് കേട്ടോ. തൽക്കാലം നിങ്ങൾ ഈ പേരൊന്ന് നോട്ട് ചെയ്തോ. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. സോ തൽക്കാലം ഞങ്ങളിവിടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കാൻ പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗസ്റ്റ് ഹൗസാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം വന്നിട്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. TV, പിന്നെ ഈ കാണുന്നൊക്കെ ഞങ്ങളെ ലഗേജ് ആട്ടോ. അതുപോലെ ടേബിൾ ഉണ്ട്, പിന്നെ കോഫി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മിനി സെറ്റപ്പ് അവിടെ ഉണ്ട്. പിന്നെ വലിയ 2 കവാടം ഉണ്ട് കേട്ടോ. അതിലൊക്കെ നമ്മളിട്ട് മൂടാനുള്ള സ്ഥലം അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ടോട്ടൽ 3 ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര വലിയ റൂം കേട്ടോ. ദെൻ സെപ്പറേറ്റ് ആയിട്ട് ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാഷ്റൂം വന്നിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആൻഡ് ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുള്ള നല്ലൊരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് ഇത് ഇവിടുത്തെ ഗസ്റ്റ് റൂമാണ്. ആൻഡ് ഓൾസോ AC ഉണ്ട്, ചൂടിൽ നിന്ന് മുക്തമായി. അങ്ങനെ വന്നപാടി ഞങ്ങളുടെ കുറച്ച് അലമ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ദെൻ ഞങ്ങൾ നേരെ കുളിച്ച് റെഡിയായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോയെന്നുള്ളത് അടുത്ത പാർട്ട് കാണിക്കാം കേട്ടോ.